കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തീശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. സദൃശവാക്യങ്ങൾ 10-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായി തീരുന്നു, ഉത്സാഹിയുടെ കയ്യോ സമ്പത്തുണ്ടാക്കുന്നു. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്ത, പ്രത്യേകിച്ച് കാലിക പ്രസക്തിയുള്ള ഒരു തിരുവചന ചിന്തയാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ശ്രദ്ധിച്ച്, ഈ കാലത്ത് നമ്മുടെ ഇടയിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് മടി, അലസത, അല്ലേ? പ്രത്യേകിച്ച് ആത്മീയ വിഷയങ്ങളിൽ നല്ല രീതിയിലുള്ള അലസതയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. ആരാധനയ്ക്ക് വരാൻ മടി, പ്രാർത്ഥിക്കാൻ മടി, ഉപവാസത്തിന് മടി, ദൈവിക കാര്യങ്ങളിൽ ഇടപെടാൻ പലപ്പോഴും പുറകിലോട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മാത്രമല്ല, അതൊരു ഭൗതിക മേഖലകൾക്കകത്തും ഇന്ന് എല്ലാ തലമുറയിലും ഇത് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് ഈ കാലത്തൊക്കെ സ്ക്രീൻ അഡിക്ഷൻ, മൊബൈൽ അഡിക്ഷനൊക്കെ അതിലകപ്പെട്ടു പോയവർ ഏകദേശം ആൾക്കാർ മടി പിടിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്, അല്ലേ? ജോലിക്ക് പോകാതെ സ്പോർട്സ് കാണുന്ന ആൾക്കാരുണ്ട്, ജോലിക്ക് പോകാതെ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്ന, മൊബൈൽ കണ്ടുകൊണ്ട് ജോലിക്ക് പോകാതിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അല്ലേ? മടി എന്താ പ്രശ്നം? അതിൻ്റെ റിസൾട്ട് എന്നതാ? മടി പിടിക്കുന്നവൻ മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിച്ചാൽ അത് ദാരിദ്ര്യത്തെ കൊണ്ടുവരും. ആത്മീക കാര്യങ്ങളോ ഭൗതിക കാര്യങ്ങളോ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഉത്സാഹത്തോടെ ചെയ്താൽ അത് നമ്മുടെ ജീവിതത്തിനകത്ത് സമ്പത്തിനെ ഉണ്ടാക്കുവാൻ തക്കവണ്ണം ഇടവരും. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പ്രവാചക പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വാളെടുക്കുന്നവൻ അടക്കി വയ്ക്കരുത്, രക്തം കാണാതെ അതിനെ അടക്കി വയ്ക്കരുത്. അത് മാത്രമല്ല, തിരുവചനം പിന്നെയും പറയുന്നു, ഉദാസീനതയോടെ ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. നമ്മൾ എന്ത് കാര്യം ചെയ്താലും ഉദാസീനതയോടല്ല നമ്മൾ ചെയ്യേണ്ടത്, ഉത്സാഹത്തോടെ നമ്മൾ ചെയ്യണം. റോമാലേഖന 10-ാം അധ്യായം നമ്മൾ വായിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ നമ്മൾ എന്ത് ചെയ്യണം? സേവിക്കണം. അപ്പം ദൈവത്തെ സേവിക്കുമ്പോൾ ഉത്സാഹമുള്ളവരായിരുന്നാൽ അത് നമ്മുടെ ജീവിതത്തിനകത്തൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ കൈകൾ ഉത്സാഹത്തിൻ്റെ കൈകളാകട്ടെ. മടിയുള്ള കൈകളുണ്ടെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് അതിനെ മാറ്റി എടുക്കാൻ ശ്രമിക്കുക. നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം വെളിപ്പെടുത്തുവാൻ ശക്തനാണ്. അതിനുവേണ്ടി ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു. അവിടുന്ന് ചെറുകടി മറയ്ക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം ദൈവം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. ഇതായിരങ്ങൾക്ക് പ്രയോജനകരമാകുവാൻ സ്വർഗം ഇടവരുത്തിയാണ്. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.